നമസ്കാരം. ഇത് സമ്മേളനകാലം. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളുടെ കാലം. ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് ശേഷം അവസാനം സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമല്ലോ. അതെത്തുന്നതിന് തൊട്ട് മുൻപ് ചില തെറ്റുകൾ തിരുത്താനുള്ളൊരവസരം കൂടി ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ തലതൊട്ടപ്പന്മാർക്ക് ലഭിക്കും. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി. PP ദിവ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ PP ദിവ്യക്കെതിരായ നടപടിയിൽ തല്ലിയും തലോടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. തളിപ്പറമ്പ് നടക്കുന്ന CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിലും പൊതുചർച്ചയിലുമൊക്കെ ദിവ്യക്കെതിരെയൊക്കെ വരുന്ന രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നും ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയ്ക്ക് പിണറായിയുടെ വിമർശനം ഈ തരത്തിലാണ് ഉണ്ടായത്. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമാണ് ദിവ്യയിൽ നിന്നുണ്ടായത്. ഒരാളെയും അവസാനിപ്പിക്കാനല്ല സംഘടനാ നടപടിയെന്നും തിരിച്ചു വരാൻ എല്ലാവർക്കും അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ ചില സൂചനകളുണ്ട്. കണ്ണൂരിലും PP ദിവ്യയെ തള്ളിപ്പറയുകയാണ് മുഖ്യമന്ത്രി. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്ന് പറയപ്പെടുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പാർട്ടി അംഗത്തിന് നിരക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പിണറായി നിലപാട് വ്യക്തമാക്കി. CPM-ൻ്റെ ജില്ലാ സമ്മേളനത്തിലുള്ള മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം തന്നെ. ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമെന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സമ്മേളന വേദിയിൽ അവരുടെ പ്രവർത്തന റിപ്പോർട്ടിനകത്ത് കൃത്യമായി പ്രവചിക്കുന്നതും പറയുന്നതും. ദിവ്യയെ വിമർശിച്ചെങ്കിലും പൂർണ്ണമായും കൈവിടാതെയാണ് പക്ഷേ പിണറായിയുടെ പ്രതികരണം എന്നുള്ളത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. തളിപ്പറമ്പിൽ നടക്കുന്ന CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പൊതുചർച്ചയിലൊക്കെ PP ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു. ഇതിന് ചുവട് പിടിച്ചായിരുന്നു മുഖ്യമന്ത്രി മറുപടി പ്രസംഗം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത്. രാമായണത്തിലെ ചില വരികളൊക്കെ പാടിയായിരുന്നു ദിവ്യക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം വന്നതും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു വിടുകന്നേ വരൂ എന്ന ദിവ്യയെ വിമർശിച്ചുകൊണ്ടുള്ള പദപ്രയോഗം നടത്തിയാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. അന്ന് പറഞ്ഞ ദിവ്യയെ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി തള്ളിയൊന്നുമില്ല കേട്ടോ. ദിവ്യ ഒരു ദിവസം കൊണ്ടുണ്ടായ നേതാവല്ല എന്ന് പറയുവാനും അദ്ദേഹം മറന്നില്ല. ദീർഘകാലത്തെ അനുഭവത്തിലൂടെയാണ് നേതാവുണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി ഒരാളെയും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സംഘടനാ നടപടികൾ എടുക്കുന്നത് എന്ന് കൂടി വ്യക്തമാക്കി. ആ സഖാവിന് തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ടാകുമെന്ന് കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നുറപ്പാണ്, വരും ദിവസങ്ങളിൽ ദിവ്യ തിരിച്ചു വരും. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യക്കെതിരെ സംഘടനാ നടപടി എതിർത്തും അനുകൂലിച്ചും സമ്മേളനത്തിൽ ചർച്ച ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിവ്യക്കെതിരായിട്ടുള്ള നടപടി മാധ്യമങ്ങളുടെയൊക്കെ അജണ്ടയ്ക്ക് അനുസരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. ദിവ്യക്കെതിരായിട്ടുള്ള നടപടി മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പലരും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തലശ്ശേരി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജില്ലാ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം അത്തരത്തിൽ ഉയർത്തി രംഗത്തെത്തിയത്. PP ദിവ്യയുടെ നടപടിയെയും ഒരു വിഭാഗം പ്രതിനിധികൾ വിമർശിച്ചു. ദിവ്യ ചെയ്തത് ശരിയായില്ല എന്ന് പൊതുചർച്ചയിൽ വിമർശനം വളരെ കൃത്യമായി ഉയർന്നു കേൾക്കുകയും ചെയ്തു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നേരത്തെ തന്നെ P ജയരാജനെതിരെ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ മനു തോമസിനെതിരെ P ജയരാജൻ നടത്തിയ പ്രതികരണമാണ് വിമർശനത്തിന് ഇടയാക്കിയ ഒരു സംഭവം. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞ മനു തോമസിനെതിരെ നടത്തിയ പ്രതികരണം തെറ്റായിരുന്നു. മുതിർന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട രീതിയിലായിരുന്നില്ല പ്രതികരണമെന്നായിരുന്നു ആ വിമർശനം P ജയരാജനെതിരെ ഉണ്ടായത്. പയ്യന്നൂരിൽ ഈ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലും CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനമുയരുന്ന സാഹചര്യവുമുണ്ടായി. പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനവും ഉയർന്നു വന്നു എന്നുള്ളതാണ്. പയ്യന്നൂരിൽ വിഭാഗീയത അവസാനിപ്പിച്ചിട്ടില്ല എന്നും അല്ലെങ്കിൽ ഏരിയ സമ്മേളനത്തിലും വിഭാഗീയത ഉണ്ടായിരുന്നുവെന്നുമാണ് പൊതുചർച്ചയിൽ പങ്കെടുത്ത പിണറായി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളുടെയൊക്കെ ഒരു വിമർശനമെന്ന് പറയപ്പെടുന്നത്. അതിനിടയിലാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായിട്ടുള്ള പരാമർശം വിവാദമായത്. ഇതോടുകൂടിയാണ് വിശദീകരണവുമായിട്ട് MP ജയരാജൻ കഴിഞ്ഞ ദിവസങ്ങൾ രംഗത്ത് വന്നത്. അതായത് ഈ തൻ്റെ വാക്കുകളെയൊക്കെ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായതെന്നും പാർട്ടി നിലപാടിൽ മാറ്റമില്ല എന്നും ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് എന്നും
ADMന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണെന്ന ആരോപണത്തിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് പോലീസ് അന്വേഷിക്കുകയാണ് എന്നും ഒരു വാചകം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്നുകൂടി MP ജയരാജൻ പറഞ്ഞു വെച്ചു. ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശം എന്നത് അത് സത്യമാണ് എന്നായിരുന്നല്ലോ ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണം ഈ ദിവ്യയുടെ പരാമർശം തന്നെയാണ് എന്ന് കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ശരിയാണ് എന്നുള്ളതാണ്. വിവാദമായി CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പക്ഷേ ജയരാജൻ ഇതെല്ലാം മാറ്റിപ്പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. കാരണം ADMന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശം എന്നത് സത്യമാണ് എങ്കിലും അതുകൊണ്ടാണ് തെറ്റാണ് എന്ന് പാർട്ടി അത് പറഞ്ഞത് എന്നും ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും പാർട്ടിക്കുള്ളത് എന്നുമാണ് MP ജയരാജൻ അന്ന് പറഞ്ഞത്. ഈ പ്രസ്താവനയാണ് വിവാദമായത്. ഇത് വിവാദമായപ്പോഴാണ് ജയരാജൻ തിരുത്തുമായിട്ട് രംഗത്ത് വന്നത്. ഞാൻ പറഞ്ഞതിലെ ചില വാചകങ്ങൾ അടർത്തിയെടുത്ത് ചില മാധ്യമ സൃഷ്ടികൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് എന്താ അവകാശം? എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ PP ദിവ്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ PP ദിവ്യയെ അകത്താക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയും പ്രസ്ഥാനവും ഒന്ന് മനസ്സിലാക്കൂ. കൊല ചെയ്യുന്നവനെ, കൊള്ളിവെപ്പുകാരനെ, വിദ്യാർത്ഥിയുടെ കുത്തിനു പിടിക്കുന്നവനെ, വിദ്യാർത്ഥിനിയെ കടന്നു പിടിക്കുന്നവനെ, ആക്രമിക്കുന്നവനെ എന്ന് വേണ്ട ഏത് തരത്തിലുമുള്ള SFIക്കാരനാവട്ടെ, DYFIക്കാരനാവട്ടെ, CPMകാരനാവട്ടെ, ഇവരൊക്കെ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയും ആ തെറ്റുകൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് പകരം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്നതിനെതിരെയാണ് നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ. അത് ഒരു പാർട്ടിക്കുമെതിരല്ല, പകരം പ്രതിപക്ഷ മനോഭാവത്തോടു കൂടി വളരെ കൃത്യമായി ചെയ്യുന്ന തെറ്റുകൾ, അത് ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലുമൊക്കെ അത് മുഖം നോക്കാതെ വിളിച്ചു പറയാനുള്ള കരുത്തുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ് പലപ്പോഴും പല മാധ്യമങ്ങളും. ആ മാധ്യമങ്ങൾ അവരുടെ ശക്തി വിളിച്ചറിയിക്കുക തന്നെ ചെയ്യും. ഒരു പാർട്ടിയുടെയും ചാഞ്ഞും ചരിഞ്ഞും ചായ്വും കാണിക്കുന്ന സമീപനം ഈ കാലത്ത് പല പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന നട്ടലുള്ള ചില മാധ്യമങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് PP ദിവ്യക്കെതിരായിട്ടുള്ള പ്രസ്താവനകളിൽ, നടപടികളിൽ മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന തെറ്റാണ്. പകരം അടർത്തിയെടുത്ത് വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ശീലം മാധ്യമങ്ങൾക്കില്ല എന്നുകൂടി ജയരാജനെ പോലുള്ള സഖാക്കന്മാർ മനസ്സിലാക്കട്ടെ. PP ദിവ്യയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഈ പിണറായി വിജയൻ്റെ പ്രസ്താവനകൾ ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ആ സഖാവിന് കടന്നു വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വാതായനങ്ങൾ തുറന്നു വയ്ക്കുന്ന തരത്തിലുള്ള പ്രസംഗ രീതി ശ്രീ പിണറായി വിജയൻ ചിലപ്പോൾ നിങ്ങളുടെ സഖാക്കൾക്ക്, നിങ്ങൾ കണ്ണൂരിൽ നിന്നുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന ആ സഖാക്കൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല. പക്ഷേ സാധാരണക്കാരന് മനസ്സിലാകുന്നുണ്ട്. PP ദിവ്യയല്ല, ഇനി ആരാണെങ്കിലും കൊല ചെയ്തവനെ പോലും തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കരുത്തും അവർക്ക് കൊടുക്കുന്ന ധൈര്യവും നിങ്ങളെപ്പോലുള്ള പാർട്ടിക്കാർ നൽകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാർട്ടി ഗുണ്ടകൾ നിങ്ങളോടൊപ്പം വിരാജിക്കുന്നത്, പരിലസിക്കുന്നത് എന്നതിൽ തെറ്റില്ല എന്നുള്ള പക്ഷക്കാരാണ് നിങ്ങൾ.